സാർ, ഇവിടെ വിമാനം പറത്തിയിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാരാണ്. ക്യാപ്റ്റൻ സുമീത് സബർവാള്, ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. ഇവർക്ക് ഒരു തെറ്റുപറ്റി എന്ന് കരുതാൻ കഴിയുമോ താങ്കൾക്ക്? അത് ഈ ഒരു കാര്യം നമുക്ക് കോർട്ട് ഓഫ് എൻക്വയറി വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ വിമാനം താഴോട്ട് പോയതെന്ന്. ഈ പൈലറ്റ് എന്ന് പറയുന്ന ആൾ സുമിത് സബർവാലിനെ എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ എയർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇൻഫാക്ട് ഞങ്ങൾ ഒരു ബിൽഡിങ്ങിൽ മുംബൈയിൽ താമസിച്ചിരുന്നതാണ്. ഞാൻ 3-ാമത്തെ ഫ്ലോറിലും അദ്ദേഹം 9-ാമത്തെ ഫ്ലോറിലും താമസിച്ച ഒരു സമയമുണ്ടായിരുന്നു. 2022 ഞാൻ എയർ ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. അദ്ദേഹം ഫ്ലൈയിങ് കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം പ്രായത്തിൽ എന്നെക്കാട്ടി കുറച്ചുകൂടെ യങ് ആയിരുന്നു. അപ്പോൾ നല്ല ഒരു വളരെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. വളരെ ആരോടും അങ്ങനെ ദേഷ്യപ്പെടത്തില്ല, എപ്പോഴും നല്ല സ്വഭാവമാണ്, എല്ലാവരും കാണുമ്പോൾ ചിരിക്കും. അത്രയുള്ളൊരു മനുഷ്യന് ഒരു വളരെ നല്ല പൈലറ്റുമാണ്. അപ്പം പൈലറ്റ്സിൻ്റെ ഇതിൽ കുറ്റം കൊണ്ടാണ് ഇത് നടന്നതെന്ന് ഊഹിക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്നത്, എന്തുകൊണ്ട് ഈ എയർക്രാഫ്റ്റ് താഴോട്ട് പോയെന്നുള്ളത് അത് കോർട്ട് ഓഫ് എൻക്വയറിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. സർ, ഈ പറന്നുയരുന്നതിനിടയിലാണല്ലോ മിക്ക വിമാന അപകടങ്ങളും നടക്കുന്നത്. ഇതിന് പ്രധാന കാരണം എന്താണ്? ആക്ച്വലി അത് ഈ പറഞ്ഞത് തെറ്റാണ്. പറന്നുയരുമ്പോഴല്ല, പറന്നിറങ്ങുമ്പോഴാണ് കൂടുതലും ആക്സിഡൻറ്റ്സ് നടക്കുന്നത്. ഓക്കെ, ഒരു എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിന് വരുന്ന സമയത്താണ് കൂടുതലും ആക്സിഡൻറ്റ്സ് നടക്കാൻ ചാൻസ് ഉള്ളത്. ഇതിന് വേറെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ലാൻഡിങ് എന്ന് പറയുന്നത് ടേക്ക് ഓഫിനെക്കാട്ടിയും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മിക്കവാറും ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഒരു എയർക്രാഫ്റ്റിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത്, ഇപ്പോൾ പ്രത്യേകിച്ചും അൾട്രാ ലോങ് ഫ്ലൈറ്റ്സ്, ഈ ബോയിങ് 777, ബോയിങ് 787 ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ലോങ് ഫ്ലൈറ്റ്സാണ്. ഇത് വലിയ എയർക്രാഫ്റ്റാണ്. അത് ഒരു 10 മണിക്കൂർ, 15 മണിക്കൂർ, 18 മണിക്കൂറൊക്കെ ഒരുമിച്ച് ഫ്ലൈ ചെയ്യാൻ കേപ്പബിളുള്ള എയർക്രാഫ്റ്റ്സാണ്. അപ്പോൾ നമ്മൾ 18 മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ മനുഷ്യൻ്റെ ബോഡി ക്ലോക്കും മനുഷ്യൻ്റെ സമയത്തിൻ്റെ ഡിഫറൻസും അങ്ങനെ പിന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്ഷീണവും എല്ലാം അങ്ങനെ കാണും. അപ്പോൾ ആ സമയത്ത് ഒരു ലാൻഡിങ് എന്നുള്ള ഒരു ഡിഫിക്കൽട്ട് ഇത് ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ടേക്ക് ഓഫ് സമയത്ത് ആ ഒരു ഇതില്ല. മിക്കവാറും നമ്മൾ ഫ്രഷ് ആയിട്ടായിരിക്കും വരുന്നത്. അല്ലാതെ ഇപ്പം ചെറിയ എയർബസ് 320, ബോയിങ് 737 ചെറിയ വിമാനങ്ങൾ അവർ പറക്കുമ്പോൾ അവർ 3-4 സെക്ടേഴ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ 3-ാമത്തെ 4-ാമത്തെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവർക്കും വിഷമങ്ങൾ ഉണ്ടാക്കിയായിരിക്കും. അല്ലാത്ത സമയത്ത് കൂടുതലും ലാൻഡിങ് സമയത്താണ് കൂടുതൽ ആക്സിഡൻറ്റ്സ് നടക്കുന്നത്.